പ്രിയമുള്ളവരെ, നാം ഇന്ന് ഓർക്കുന്നത് 14-ാം വയസ്സിൽ വിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ബാലൻ വിശുദ്ധ ഡൊമിനിക് സാവിയോയെ ആണ്. കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധരിൽ ഒരാളും കുട്ടികളുടെയും കൗമാരക്കാരുടെയും വലിയ മധ്യസ്ഥനുമാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. 1842 ഇറ്റലിയിൽ ജനിച്ച അദ്ദേഹം വിശുദ്ധ ഡോൺ ബോസ്കോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. വെറും 14 വർഷം മാത്രം ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും തൻ്റെ അസാധാരണമായ വിശുദ്ധിയിലൂടെയും ദൈവഭക്തിയിലൂടെയും ലോകത്തിന് മുഴുവൻ മാതൃകയാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പ്രമാണം ഇന്നും യുവതലമുറയ്ക്ക് വലിയ ആത്മീയ പ്രചോദനമാണ്. 1842 ഏപ്രിൽ 2 ഇറ്റലിയിലെ റിവ എന്ന ഗ്രാമത്തിലാണ് ഡൊമിനിക് ജനിച്ചത്. ലളിതമായ സാഹചര്യത്തിൽ വളർന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അങ്ങേയറ്റം ദൈവഭക്തിയുള്ളവരായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനകളോടുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. തൻ്റെ 7-ാം വയസ്സിൽ അദ്ദേഹം ആദ്യ കുർബാന സ്വീകരിച്ചു. അന്ന് അദ്ദേഹം തൻ്റെ ഡയറിയിൽ കുറിച്ച തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ അടിസ്ഥാനമായിരുന്നു. കൂടെയുള്ള കുമ്പസാരവും വിശുദ്ധ കുർബാനയും യേശുവിനെയും മറിയത്തെയും സുഹൃത്തുക്കളാക്കലും പാപത്തോടുള്ള വിരക്തിയും ആ തീരുമാനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഡൊമിനിക്കിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു വിശുദ്ധ ഡോൺ ബോസ്കോയുമായുള്ള കൂടിക്കാഴ്ച. ഡൊമിനിക്കിൻ്റെ കണ്ണുകളിലെ വിശുദ്ധി തിരിച്ചറിഞ്ഞ ഡോൺ ബോസ്കോ അവനെ തൻ്റെ ഒറട്ടറിയിൽ ചേർക്കുകയും ആത്മീയമായി വളർത്തുകയും ചെയ്തു. എനിക്ക് വിശുദ്ധനാകണം എന്ന ആഗ്രഹം ഡൊമിനിക് ഡോൺ ബോസ്കോയോട് തുറന്നു പറഞ്ഞു. അതിനായി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ദൈനംദിന കടമകൾ കൃത്യമായും സന്തോഷത്തോടെയും ചെയ്യുന്നതാണ് വിശുദ്ധിയെന്ന് ഡോൺ ബോസ്കോ അവനെ പഠിപ്പിച്ചു. സദാസമയവും സന്തോഷവാനായി ഇരിക്കാൻ ഡൊമിനിക് ശ്രദ്ധിച്ചിരുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും പുഞ്ചിരിയോടെ ഇരിക്കുന്നത് ദൈവത്തിന് പ്രിയപ്പെട്ടതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കളിസ്ഥലങ്ങളിലും പഠനമുറിയിലും ഒരുപോലെ അദ്ദേഹം മാതൃകയായിരുന്നു. വിശുദ്ധ കുർബാനയിൽ സഹായിക്കാൻ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമായിരുന്നു. കുർബാന മധ്യേ ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും ഭാഗ്യലോകത്തെ മറന്ന് പ്രാർത്ഥനയിൽ ലയിച്ചു പോകുമായിരുന്നു. ഒറട്ടറിയിലെ തൻ്റെ കൂട്ടുകാരെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ ഡൊമിനിക് എപ്പോഴും ശ്രമിച്ചിരുന്നു. ചീത്തവാക്കുകൾ പറയുന്നവരെ ശാസിക്കാനും വഴക്കിടുന്നവരെ ഒന്നിപ്പിക്കാനും അദ്ദേഹം വലിയ കഴിവ് പ്രകടിപ്പിച്ചു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഡൊമിനിക്കിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ സൊഡാലിറ്റി എന്ന സംഘടന രൂപീകരിച്ച് അമ്മയോടുള്ള സ്നേഹം പ്രചരിപ്പിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. ചെറുപ്പം മുതലേ ദുർബലമായ ആരോഗ്യമായിരുന്നു ഡൊമിനിക്കിൻ്റേത്. ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിച്ചപ്പോൾ തൻ്റെ വേദനകൾ അദ്ദേഹം പരാതിയില്ലാതെ സഹിച്ചു. ഓരോ വേദനയും പാപപരിഹാരത്തിനായി അദ്ദേഹം ദൈവത്തിന് സമർപ്പിച്ചു. 1857 മാർച്ച് 9 തൻ്റെ 15-ാം ജന്മദിനത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായി. വിശുദ്ധ ഡൊമിനിക് സാവിയോടുള്ള ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധനാകാൻ പ്രായം ഒരു തടസ്സമല്ല എന്നതാണ്. സാധാരണ കാര്യങ്ങൾ അസാധാരണമായ സ്നേഹത്തോടെയും ദൈവഭക്തിയോടെയും ചെയ്താൽ നമുക്കും വിശുദ്ധിയിലെത്താം. 1954 പയസ് 12-ാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഓരോ കുട്ടിയും യുവാവും തൻ്റെ ജീവിതം എങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടതാക്കി മാറ്റണം എന്നതിൻ്റെ ജീവിക്കുന്ന അടയാളമാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ.